ഈ വിധം പരിപൂർണമായ കൂട് നിർമ്മിക്കാൻ അസാമാന്യമായ ക്ഷമ വേണം. തുന്നാരൻ പക്ഷികൾ ജീവിക്കുന്ന സ്ഥലം നിരീക്ഷിച്ചാൽ നൂറുകണക്കിന് വീടുകളുടെ ഒരു നഗര സമുച്ചയമായാണ് നമുക്ക് തോന്നുക. ഒരേ തരത്തിലുള്ള വീടുകളാവും എല്ലാ തുന്നാരൻ പക്ഷികളും നിർമ്മിക്കുന്നത് എന്ന് മാത്രം. തേനീച്ചയെ അനുസ്മരിപ്പിക്കുന്ന മറ്റൊരു ശില്പി കടലാസ് കടന്നലാണ്. ഈ വർഗത്തിൽപ്പെട്ട കടന്നലുകൾ മരക്കഷ്ണങ്ങളിൽ നിന്ന് മനുഷ്യൻ നിർമ്മിക്കുന്നതുപോലെ സെല്ലുലോസ് കൊണ്ട് പേപ്പർ നിർമ്മിക്കുന്നു. ഈ പേപ്പർ ഉപയോഗിച്ച് വൃത്താകാരമായ ഒരു കൂട് നിർമ്മിക്കുന്നു. മേൽക്കൂരയുടെ ഉള്ളിൽ തേനീച്ചയുടേതുപോലെ അഷ്ടകോണിലുള്ള അറകളാണുള്ളത്. ഓരോ അറയിലും ഓരോ മുട്ടകളാകും ഇടുക. ഏതാണ്ട് 3 ആഴ്ചകൾക്ക് ശേഷം ഈ മുട്ടകൾ വിരിഞ്ഞ് ലാർവ പുറത്തുവരും. ഈ ലാർവ അത്ഭുതമുളവാക്കുന്ന ബുദ്ധിശക്തിയോടെ അറയുടെ മുഖമടയ്ക്കുന്നു. സ്വന്തം ഭാരം കൊണ്ട് താഴേക്ക് വീഴാനുള്ള സാധ്യത ഇത് മുഖേന തടയപ്പെടുന്നു. ഏതാനും ആഴ്ചകൾ കൂടി എടുത്താണ് അവയുടെ വളർച്ച പൂർത്തിയായി മുതിർന്ന കടന്നലായി മാറുന്നത്. കുരുന്ന് കടന്നലിന്റെ ഓരോ ചെയ്തിയും ദൈവം അവയിൽ നിക്ഷേപിച്ച ജന്മവാസനയനുസരിച്ചായിരിക്കും. സ്വന്തം മാതാക്കൾ നിർമ്മിച്ച കൂടുകൾ വികസിപ്പിക്കുകയായിരിക്കും കുരുന്നുകളുടെ ദൗത്യങ്ങളിലൊന്ന്. അങ്ങനെ വലിയൊരു കോളനി തന്നെ രൂപം കൊള്ളുന്നു. അനേകം നിലകളുള്ള അപ്പാർട്ട്മെന്റുകളായി അത് പിന്നീട് മാറും. ജനിച്ചു വീഴുന്ന ഓരോ കടന്നലും അതിന് നൽകപ്പെട്ട ജന്മവാസനയനുസരിച്ച് പ്രവർത്തിക്കും. നിങ്ങൾ കാണുന്ന ഈ ചെറിയ പാത്രങ്ങൾ മറ്റൊരു തരം വന്യ തേനീച്ചയുടേതാണ്. നനഞ്ഞ പൂഴിയിൽ സ്വന്തം ഉമിനീർ കലർത്തി പശിമയുള്ള ചെളിയാക്കി മാറ്റി അവ കൊണ്ട് കൂട് നിർമ്മിക്കുന്നു. തുടർച്ചയായി കറക്കിക്കൊണ്ട് ഈ ചെളിയിൽ രൂപകൽപ്പന വരുത്തുന്നു. ഇതുതന്നെയാണ് നമ്മുടെ കുശവന്മാരും പാത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വിദ്യയും. പാത്രം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന് മൂടിയുണ്ടാക്കാൻ അവ മറക്കാറില്ല. എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പിന്നറ്റം പാത്രത്തിന്റെ മുഖഭാഗത്തായി നിർത്തി ഉള്ളിലേക്ക് മുട്ടയിടുന്നു. പാത്രത്തിൽ ചില ഭക്ഷ്യപദാർത്ഥങ്ങൾ ചേർത്ത് അവ മൂടി സീൽ ചെയ്താണ് തള്ളയീച്ച പറന്നു പോകുന്നത്. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്ന ലാർവ തോട് പൊട്ടിച്ച് സ്വന്തം ജീവിതയാത്ര ആരംഭിക്കും. ഈ കാണുന്ന പാത്രങ്ങൾ ഈ വിധം കുഞ്ഞുങ്ങൾ പുറത്തു വന്ന ശേഷം ഉപേക്ഷിക്കപ്പെട്ടവയാണ്. യാതൊരു പരിശീലനവും ലഭിക്കാതെ തന്നെ തങ്ങളുടെ മാതാവിന്റെ അതേ രീതി അനുവർത്തിച്ചുകൊണ്ട് പരിപൂർണമായ പാത്രം നിർമ്മിക്കാൻ അവയ്ക്ക് കഴിയുന്നു. അവരുടെ സൃഷ്ടാവായ ദൈവം അവയിൽ ഉദ്ദീപിപ്പിച്ച ജന്മവാസനയാണ്
അനിതര സാധാരണമായ ഈ ശില്പവിദ്യയുടെ പിന്നിൽ. സ്വന്തം ശരീരത്തിൽ നിന്നുള്ള നൂലുപയോഗിച്ചാണ് എട്ടുകാലി തന്റെ വല നിർമ്മിക്കുന്നത്. അതേ വലിപ്പത്തിലുള്ള സ്റ്റീലിനേക്കാൾ 5 മടങ്ങ് ശക്തമാണ് എട്ടുകാലി വല. അതിദ്രുതം പായുന്ന വലിയ കീടങ്ങൾ പോലും വലിയാൻ കെൽപ്പുറ്റ എട്ടുകാലി വലയിൽ പെട്ടുപോകും. നല്ല പശിമയുള്ള കണങ്ങൾ വലയിലുണ്ടാകും. ഈ വലയിൽ അകപ്പെട്ടു പോകുന്ന ഇരയ്ക്ക് സ്വയം രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. നല്ല പശിമയും വികാസ സാധ്യതയുമുള്ള വല അമ്പരപ്പിക്കും വിധം ശക്തമാണ്. സ്വന്തം ശരീരത്തിന്റെ തന്നെ ഒരു വിപുലീകരണമാണ് ഇരയെ പിടിക്കാനുള്ള വല. അതിൽ പെട്ടുപോകുന്ന ഓരോ ഇരയുടെയും സ്പന്ദനങ്ങൾ സൂക്ഷ്മവേദിയായി തിരിച്ചറിഞ്ഞ് നിഷ്പ്രഭമാക്കാൻ അവയ്ക്ക് കഴിയും. സ്വന്തം ശരീരത്തിലെ സ്പെഷ്യൽ അവയവത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നൂൽ, കാലുകൊണ്ട് വല നെയ്യാനുള്ള അവയുടെ ചാതുരി അത്ഭുതകരമാണ്. ഈ അത്ഭുതകരമായ ശില്പവൈദഗ്ധ്യം ദൈവത്തിന്റെ വരദാനമാണെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. പത്തൊൻപതാം നൂറ്റാണ്ടിന്റേത് മനുഷ്യ ചരിത്രത്തിലെ തട്ടിപ്പുകളുടെ കൂടി ചരിത്രമാണ്. മാർക്സിസം പോലുള്ള അശാസ്ത്രീയമായ തത്വചിന്തകൾ മനുഷ്യന്റെ മേൽ വെച്ചുകെട്ടിയത് അപ്പോഴായിരുന്നുവല്ലോ. എന്നാൽ 19-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ബീഭത്സമായ തട്ടിപ്പ് ബ്രിട്ടീഷ് ജീവശാസ്ത്രകാരനായ ചാൾസ് ഡാർവിൻ മുന്നോട്ടുവെച്ച പരിണാമ സിദ്ധാന്തമായിരുന്നു. 1859 പ്രസിദ്ധീകൃതമായ തന്റെ വർഗോൽപത്തി എന്ന കൃതിയിൽ അന്ധമായ ഭൗതിക പ്രക്രിയയിലൂടെ ജീവജാലങ്ങൾ ഉരുത്തിരിഞ്ഞുണ്ടായി എന്ന് അദ്ദേഹം വാദിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ ശാസ്ത്രീയ വളർച്ചയുടെ പ്രാഥമിക അവസ്ഥയിൽ അതിന് സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. എന്നാൽ ആധുനിക ശാസ്ത്രീയ കണ്ടെത്തലുകൾ ഡാർവിന്റെ അവകാശവാദങ്ങൾ തകർത്തെറിഞ്ഞിരിക്കുന്നു. ഫോസിൽ ശാസ്ത്രം മില്യൺ കണക്കിന് വർഷങ്ങളായി പരിണാമമില്ലാതെ പോയ ജീവജാലങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവ് നൽകുന്നു. വെറും ആകസ്മികമായ പ്രക്രിയകളാൽ അതിസങ്കീർണമായ ശരീരഘടനകൾ ഉണ്ടാവുകയില്ലെന്ന് ജൈവരസതന്ത്രവും അസ്ഥിഘടനാശാസ്ത്രവും തെളിവ് നൽകുന്നു. വ്യത്യസ്ത വർഗങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്ന് എന്ന വിധം ഉരുത്തിരിയാറില്ലെന്നും ജീവശാസ്ത്ര പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. ഇക്കാരണങ്ങളാൽ ഡാർവിനിസം